ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പണ്ടൊക്കെയുള്ള ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമായിരുന്നു ഇത്. ഇതിപ്പോൾ നമ്മൾ ഇച്ചിരൂടെ മോഡിഫൈ ചെയ്ത് കളർഫുള്ളൊക്കെ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കാണാനൊരു ഭംഗിക്കും പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് ആണ് ഞാനിത് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. പഞ്ചസാരയും തേങ്ങയും റവയും മാത്രം ഉണ്ടെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇച്ചിരൂടെ കളർഫുള്ളായിട്ടാണ് കാണിക്കുന്നത്, ടേസ്റ്റിയുമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. കാര്യം ലഡുവൊക്കെ നമ്മളെപ്പോഴും കണ്ടു മടുത്ത ഒരു ഐറ്റമാണ്. അത് ഏകദേശം ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതി ഇതിൽ. പക്ഷേ ഇച്ചിരൂടെ വെറൈറ്റി ആയിട്ട് കാണിക്കാൻ പറ്റുന്നത്രേ ഉള്ളൂ. ഇതിനു വേണ്ടി ഒരു 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാല്, പിന്നെ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത്, ഒരു 10-15 ചെറി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇപ്പം തേങ്ങ 1 കപ്പ് തേങ്ങ ഇപ്പം ഇച്ചിരി വലിയ തരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇച്ചിരി വലിയ തരി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെറി 4ആയിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇച്ചിരി വലിയ ചെറി ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് 4 പീസാക്കി ആണ് ഞാൻ എടുക്കുന്നത്. കറുത്ത മുന്തിരി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ എടുക്കാം. അതാകുമ്പോൾ ഇച്ചിരൂടെ ഒരു കളർഫുള്ളോ ടേസ്റ്റിയുമാണ്. അത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് 1/2 ഗ്ലാസ് പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് പാലൊഴിച്ച് ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിച്ചെടുക്കാൻ. കാര്യം ബാക്കിയെല്ലാം ശരിയാകുമ്പോഴത്തേക്ക് ഇത് പതുക്കെ തിളച്ച് വന്നാൽ മതി. ഇതിനകത്തേക്ക് ഞാൻ ഫുഡ് കളറായിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് വിചാരിച്ച് ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ഒരു നാച്ചുറൽ കളർ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇടുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളർ, ലൈറ്റല്ല, ഒരുവിധം നല്ല മഞ്ഞ കളർ തന്നെ കാണും. അത് വെച്ചിട്ട് പിന്നെ വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്താൽ മതിയായിരിക്കും. ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന രീതിയിലൊന്ന് വറുത്ത് ഒരു പാത്രത്തിലോട്ട് അത് മാറ്റണം. അത് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുക്കുന്നത്. കൂടുതൽ എടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. അതിലേക്ക് റവ 1 കപ്പ് റവ 1 കപ്പ് റവ ആദ്യം നമ്മൾ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നെയ്യുമായിട്ട് മിക്സായി നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 1/2 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുന്നതായിരിക്കും. അതിനുശേഷം 1/2 കപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് മിക്സ് ആയിട്ട് പിന്നെ 1/2 കപ്പും കൂടെ ചേർത്ത് കൈവിടാതെ നല്ലോണം ഇളക്കണം. കാര്യം ഇതിൻ്റെ കളർ മാറി വേറെ കളറാകരുത്, എന്നാൽ റോസ്റ്റ് ആകുകയും ചെയ്യണം. ആ രീതിയിൽ പതുക്കെ സാവധാനം ലോ ഫ്ലെയിമിൽ ഇളക്കി മൂത്ത ഒരു മണം വരും. എല്ലാം കൂടെ മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് ഇളക്കണം. ഇളക്കി ഇപ്പം ആ തേങ്ങയുടെ കളറ്, ആ വെളുത്ത കളറൊക്കെ മാറി അതുമായിട്ട് നല്ലോണം മിക്സായി എല്ലാം ഒരേ കളറിൽ വരും. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ആ തേങ്ങ മൂത്ത ഒരു മണം വരും. തേങ്ങ മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് വീണ്ടും ഇളക്കി പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാര, റവ എടുത്ത കപ്പിന് 1 കപ്പ് പഞ്ചസാര. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് മെൽറ്റായിട്ട്
റവയായിട്ട് നല്ലോണം ചേരും. അല്ലെങ്കിൽ പഞ്ചസാര പൊടിക്കാതെ വേണമെങ്കിലും ചേർക്കാം. പൊടിച്ചതാകുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് അലിഞ്ഞ് ചേരും. പിന്നെ ആ 1/2 ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് അതിലോട്ടൊഴിച്ച് ആ ലോ ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഇത് കുഴഞ്ഞ ഒരു പരുവത്തിൽ വരും. ഈ ഒരു പരുവത്തിൽ വരണം. നല്ലോണം കുഴഞ്ഞ് വരണമെങ്കിൽ നല്ലോണം ഇത് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ സേവനാഴിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് പഴയ കാലത്തെ സേവനാഴിയാണ്. ഇത് ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്നു. ഇപ്പം ഞാൻ തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ ഒരു പ്രതലത്തിൽ ഇങ്ങനെ നല്ലോണം ഉറച്ചിരിക്കണം. ഉറച്ചിരുന്നിട്ട് പിന്നെ അതിലോട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് ഒരു 3/4 ഭാഗം നമ്മൾ നിറയ്ക്കുന്നുള്ളു. നിറച്ചിട്ട് ഇതിൻ്റെ ചെറി ഇങ്ങനെ സൈഡിലേക്ക് നല്ലോണം സൈഡിൽ കാണത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിന് കറുത്ത മുന്തിരി ആണെങ്കിലും ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് മറ്റേ ഭാഗം മുകളിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കണം. ഇത് കൈവച്ച് എന്നിട്ട് എടുത്ത് മാറ്റാൻ ശ്രമിക്കരുത്. കാര്യം ഇത് പൊടിഞ്ഞു പോകും. തണുത്ത് കഴിയുമ്പോഴേ നല്ലോണം സെറ്റായി വരത്തുള്ളൂ. അതിന് മുമ്പ് നമ്മൾ എടുത്ത് മാറ്റാൻ ശ്രമിക്കരുത്. ഇങ്ങനെ നിരക്കി സൈഡിലോട്ട് മാറ്റി വെക്കുകയുള്ളൂ. അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ഉണ്ടാക്കി എടുക്കാം. ചൂടോടുകൂടി തന്നെ ഇതിനകത്തോട്ട് നിറയ്ക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും, പെട്ടെന്ന് സെറ്റായി വരത്തില്ല. അതുകൊണ്ട് ചെറിയ ചൂടോടെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ തന്നെ നമ്മളിങ്ങനെ നിറച്ച് കൊടുക്കണം. അങ്ങനെ ഒരു 5-6 എണ്ണം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഇത് പിന്നെ തണുക്കാൻ തുടങ്ങി. തണുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെറ്റായി വരത്തില്ല. നമ്മൾ അടുപ്പയിൽ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീ കുറച്ച് അതേ തന്നെ അടുപ്പിൽ തന്നെ വെക്കുമ്പോഴത്തേക്ക് ആ ചൂടോടുകൂടി ഇങ്ങനെ ഇത് ഡ്രൈ ആകാതിരിക്കും. ബാക്കിയുള്ള ബാറ്റർ ഡ്രൈ ആകാതെ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്യാസ് ആയതുകൊണ്ട് അത് പറ്റത്തില്ലല്ലോ. അത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇരിക്കുന്നത് പതുക്കെ ഡ്രൈ ആകാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ എൻ്റെ കുറച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 6 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും അതങ്ങ് ഡ്രൈ ആയി. ഞാൻ പിന്നെയും ഗ്യാസ് ഓൺ ചെയ്ത് ഇത് വീണ്ടും ഒന്നുകൂടെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാല് അധികം ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് പാല് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് ഇളകി വരും. അല്ലെങ്കിൽ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ, ഞാനിപ്പം പാൽ എൻ്റെ തീർന്നു പോയായിരുന്നു, ഞാൻ ഒരു സ്പൂണ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് അലിഞ്ഞ് കിട്ടുമ്പോൾ കുഴഞ്ഞ പരുവത്തിൽ വരുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇത് അടുപ്പേ വെച്ച് വലിയ ഉരുളിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ വലിയ ക്വാണ്ടിറ്റി സാധനം ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് 1 കപ്പിന് ഉണ്ടാക്കി നോക്കി സൺഫ്ലവർ ഓയിൽ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. നെയ്ക്ക് വരെ സൺഫ്ലവർ ഓയിൽ വെച്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സെയിൽ ചെയ്യുന്നവർക്ക് അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം.